MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി എക്സ്പ്ലോർ ആയിട്ടാണ്. നമ്മളിന്ന് ഈ വേൾഡ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും വീഡിയോ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അവിടെ ട്രേഡ്മാൻ വന്നിട്ടുണ്ട്. കള്ളപ്പന്നി എൻ്റെ വീറ്റ് ഫാമിലേക്ക് ചാടി കയറി. ഞാന്മാർ അവിടെ നിന്ന് ചാടി എൻ്റെ ഇത് പോകും. പോടാ അങ്ങോട്ട്. എൻ്റെ വീറ്റ് ഫുള്ള് കളയാനായിട്ട് വേട്ടാളിയന്മാർ. ഇങ്ങനെ തട്ടിട്ട് 2 വള്ളി കിട്ടും. അല്ല ഇവനെന്താ തരുന്നത് നോക്കട്ടെ. വെള്ളം കൊടുത്ത 2 എമറാൾഡോ. അതൊന്നും വേണ്ട ഗൈസ്, നമുക്ക് തട്ടാം. പിന്നെ എന്തിനാ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാതായിരിക്കും നല്ലത്. ഒരു വള്ളിയും കൂടി ഉണ്ടാവും. 2 വള്ളി. ഇനി എന്നെ തുപ്പിയാൽ കൊല്ലും ലാമകളെ. പറഞ്ഞ അനുസരിച്ചുള്ള ലാമകൾ. പറഞ്ഞതനുസരിച്ച് നമ്മളെന്തായാലും നമ്മുടെ വീറ്റ് കുറച്ചെടുക്കട്ടെ. നമ്മുടെ പശുക്കൾക്ക് കൊടുത്തൊന്ന് ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് അവന്മാരുടെ അടുത്ത് ഫുഡ് എടുത്തിട്ട് പോകാനല്ലേ. നമ്മുടെ പശുക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ പശു ഫാമിൽ ഇത്ര പശു വേണ്ട. നമ്മളെന്തായാലും നമ്മൾ പുറത്തിറങ്ങുന്ന ചെയ്ത് പൊട്ടിച്ചിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് ഫുഡ് വേണം. വേണ്ടി നമ്മൾ 2-3 തട്ടുന്നു. ചെറുതിനെ വെച്ചിട്ട് വലുതിനെല്ലാം തട്ടുന്നു. നമുക്ക് ഇനി ആവശ്യം വരും. നമ്മൾക്ക് നമ്മുടെ 2 വീറ്റ് വെച്ച് നമുക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെ ഇട്ട എപ്പിസോഡ് കണ്ടവർക്കറിയാം. നമ്മുടെ ആടുംകുട്ടന്മാർക്ക് നമ്മൾ ബ്രീഡ് ചെയ്യാം. 1 2 ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അതാ കുട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. നല്ല രസമുണ്ടായിട്ട് കുട്ടീനെ കാണാൻ. എന്തായാലും അവന്മാരായി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ വേൾഡ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നോക്കട്ടെ. എന്തായാലും വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യില്ല, തൽക്കാലം ഒരിച്ച് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോട്ടെ. നമുക്ക് ഇത്ര ആവശ്യം വരുള്ളൂ. പിന്നെ കുറച്ച് ഫുഡും ഇത്ര ആവശ്യം വരുള്ളൂ. എന്തായാലും ഫുഡ് കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഞാൻ വെറുതെ ഇവനെ വന്ന് സൈഡിൽ ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. അവനത് സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് കുതിര സവാരി ചെയ്യാഞ്ഞി കണ്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെന്തായാലും കുതിരേനെയും കൊണ്ട് സവാരി ചെയ്യാൻ പോകില്ല. നമ്മൾ കുതിരേനെ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ, അല്ല വഴി മറന്നു പോയാൽ പിന്നെ നമ്മൾ പെടും. കൊണ്ട് നമ്മൾ കുതിരേനെയും കൊണ്ട് സവാരി ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇവനെ അയച്ചു വിടാം. ഇവനെ അയച്ചു വെച്ചിട്ട് ഇവനെ, അയ്യോ സോറിടാ ഞാൻ അടിക്കുന്നില്ലടാ. ഡാടാ നിക്കടാ, കുട്ടനല്ലേ നീ. വാ 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 വാ. അപ്പോൾ ഗായ്സ് നമ്മുടെ കുതിരയും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഫുഡും ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഫുഡായിട്ട് നമുക്ക് രാത്രി ആവാറ് കൊണ്ട് നമ്മൾക്ക് രാവിലെ ആയിട്ട് വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. കുതിര ഇതാണ് നമ്മുടെ കുതിര. നമുക്കൊരു കഴുതനെയും കിട്ടുവാണെങ്കിൽ കഴുതനെ എടുത്തിട്ട് കഴുതനെയും കുതിരേനെയും കൂടി ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു പെട്ടിയും കൂടി കഴുതയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴുത ചുമന്നുകൊണ്ട് നമ്മുടെ കൂടെ വരും. അതെന്തായാലും സെറ്റ് ചെയ്യണം. ഒരു കഴുതക്കുട്ടീനെയോ അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് നോക്കണം. കാണുവാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കാൻ വേണ്ടി ഒരു വള്ളി, നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ വള്ളി ഉള്ളതുകൊണ്ട് ഒറ്റ വള്ളി എടുക്കണം. ഒരു വള്ളി മതി. ബാക്കി 3 ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലോ. കൊണ്ട് നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്ത് നമ്മൾ വേൾഡ് ഫുൾ ചുറ്റി കാണാൻ പോവാണ് ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. എന്തായാലും നമുക്കിവിടെ നിന്നൊന്നും വലിയതായിട്ടൊരു
കഴുതേനൊന്നും കാണുന്നില്ല. പോകുന്ന വഴിക്ക് നോക്കാമല്ലോ, ഇനി കാണുവാണെങ്കിൽ നമുക്ക് തിരിച്ച്. ഇതെന്താ, കുതിരയാണോ കഴുതാണോ? ഇത് കുതിരയാ. കഴുത ഇങ്ങനെയല്ല ഇരിക്കുക. ഇത് കുതിരയാ. കഴുതേനടിക്കും. വേറെ കഴുത വരിക. എന്തിങ്ങനെ ഇവിടെ എവിടെയും കുതിരയോ കഴുതയോ കാണില്ല. കുതിര കണ്ടു, കഴുതേനെ കാണുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് കുതിരയുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അങ്ങോട്ടൊക്കെ. ശനിയാഴ്ചത്തെ ഇടുന്ന വീഡിയോയിൽ കുതിര ഉണ്ടാവില്ല. അപ്പം ഞാൻ കുതിരേനെ എടുത്തിട്ടില്ലായിരുന്നു. അത് ഞാൻ മുമ്പേ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ. നമ്മളുടെ മുമ്പിൽ ഇതേ 2 കഴുത. ഗായ്സ്, എന്താ ഗായ്സ് ഇത്? എന്തൊരു ഭാഗ്യ നോക്കിയേ. രണ്ട് കഴുത, നമുക്ക് ഒരു കഴുതാനെ മതിയാവും. അതുകൊണ്ട് നമുക്ക് ഇവനെയും കൊണ്ട് പോകുന്ന ഗായ്സ്. നമ്മുടെ ഭാഗ്യം നോക്കിയേ, 2 കഴുത. ഇപ്പം എന്തായാലും ഇവനെ വീട്ടിലെത്തിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇവന്മാരെ 2 എണ്ണത്തിന് ഒന്നിൽ കെട്ടിയിടാൻ പോകുന്നു. ഓക്കെ, ഇവന്മാർ 2 എണ്ണത്തിന് കെട്ടിയിട്ടുണ്ട്. ഒരു കഴുതി, ഒരു കുതിര. നമുക്ക് ഇനി അവന്മാരെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് ഞാൻ ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് തരാം. അപ്പോൾ ഗായ്സ്, ഇവന്മാർക്ക് വേണ്ടത് ബ്രീഡ് ചെയ്യണമെങ്കിൽ നോർമൽ ആപ്പിളൊന്നും ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. ഗോൾഡൻ ആപ്പിൾ അല്ലെങ്കിൽ ഗോൾഡൻ ക്യാരറ്റ്. നമുക്ക് ക്യാരറ്റ് ഇല്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഞാൻ എന്തായാലും ഗോൾഡ് കണ്ടുപിടിക്കാൻ പോട്ടെ. ഇന്ന് നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എക്സ്പ്ലോർ എന്തായാലും ഇതെല്ലാം എടുത്ത് ഞാൻ ഗോൾഡ് ഗോൾഡ് എൻ്റെ അടുത്ത് ഉണ്ടോ? 2 ഗോൾഡ് ഉണ്ട്. അപ്പം നമ്മൾ ആപ്പിൾ എടുത്താൽ മതി. കുറച്ച് ആപ്പിൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. നമുക്ക് എന്തായാലും ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇവൻ ചെറുതായോ? ഇല്ല, ചെറുതായിട്ടില്ല. നമുക്കെന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സാധനം കൂടി ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ അവനും സാഡിൽ ഉണ്ടാക്കണം. അവനും സാഡിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവനും സാഡിൽ വേണം. അതാ സാഡിൽ ഉണ്ടാക്കുന്ന സാധനം അത്യാവശ്യം ഉണ്ട്. അയൺ ഉണ്ടോ ഗായ്സ്? അയൺ ഇതിനകത്തില്ല. അയൺ ഇല്ല ഗായ്സ്. അയൺ ഉണ്ടാവേണ്ടതാണല്ലോ ഗായ്സ്. അയൺ ഇല്ല ഗായ്സ്. നമുക്ക് ഇങ്കട്ടാ വേണ്ടത് ഉണ്ടാക്കണമെങ്കിൽ. ഗോൾഡൻ ആപ്പിൾ ആക്കണേ. നോക്കട്ടെ ഞാൻ എന്താ ആക്കാൻ പറ്റുമെന്ന്. ഇങ്കട്ടോ അങ്ങനെ എന്താണ് വേണ്ടത്? ഗോൾഡൻ ആപ്പിൾ മേക്കിംഗ്. ഇങ്കട്ട് ഉണ്ടാക്കി വെക്കാം തൽക്കാലത്തേക്ക് അവിടെ. എന്നിട്ട് നമുക്ക് അതാ ഗോൾഡൻ ആപ്പിൾ മേക്കിംഗ്. ഗോൾഡൻ ആപ്പിളിന് എത്രയോ 1 2 3 4 5 6 7 ഗോൾഡും വേണം, ഒരു ആപ്പിളും വേണം. ഗായ്സ്, ഇപ്പോൾ ഒരു ക്യാരറ്റ് എവിടെ നിന്നാണ് കിട്ടാനാ? ചടങ്ങാണല്ലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഗോൾഡ് മൈനിങ്ങിന് പോകേണ്ട വരും. പിന്നെ അയൺ എന്തിനായിരുന്നു? അവന് ആർമർ ഉണ്ടാക്കാം. പക്ഷേ ആർമറല്ല, സാഡിൽ ഉണ്ടാക്കാൻ. എന്തായാലും ഞാൻ ഗോൾഡ് മൈനിങ്ങിന് പോയിട്ട് അവിടെ കേവിൽ ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ ഗോൾഡ്. എന്തായാലും ഞാൻ ഗോൾഡ് എടുത്തിട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഗോൾഡ് എടുത്തിട്ട് ഞാൻ വന്നിട്ട് ഉരുക്കി സെറ്റാക്കി കാണിച്ചു തരാം ഗായ്സ് നിങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ ഗായ്സ് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊരു സ്കൾട്ടറിനൊക്കെ എല്ലാം കിട്ടിയത്. നമ്മളെന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉരുക്കാൻ വെച്ച് കുറവാണ്. നമുക്ക് എത്ര 17ൻ്റെ അടുത്ത് കിട്ടി. സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യമായിരുന്നു. ഞാൻ അടിയിലേക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേവ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, മുമ്പേ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഞാൻ അടിയിലേക്ക് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊന്നുമില്ല. അതിനകത്ത് ഞാൻ അവിടെ മൂടി വെച്ച എൻ്റെ അങ്ങോട്ട് അടിയിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു. ആപ്പിൾ എവിടെ? ഒന്നേ ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വരണം, ഇനി ഇത് ആവണം. എത്ര 7 എണ്ണം വേണം. 6 എണ്ണം നോക്കട്ടെ. 2 എണ്ണം കൂടി വേണം. ഉണ്ടോ?
ഗൈസ് നമ്മുടെ ഭാഗ്യം ഞാനവിടെ മൂടി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനന്ന് കിട്ടി. അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഒരു നല്ല ഫൈറ്റായിരുന്നു. ക്രീപ്പറാണ് ഫുള്ളുണ്ടായിരുന്നത്. ജസ്റ്റ് മിസ്സിന് ചത്തില്ല. ഇത് മതിയെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കഴുതേനെയും കുതിരേനെയും ബ്രീഡ് ചെയ്യാൻ പോവാണ്. ഗായ്സ് നമ്മൾ അയണെടുക്കാൻ മറന്നുപോയി ഗായ്സ്. നമ്മൾ കറക്റ്റ് അയണ എടുത്ത് ഇതിനായിട്ട് നമ്മൾ 3 എടുത്താൽ നമുക്ക് ഒരയണെങ്കിലും വേണം. എൻ്റെ ഗായ്സ് ഞാനെന്നാ കാണിക്കുന്നത്. എന്തായാലും ഞാനൊരു അയണും കൂടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് എന്തായാലും നമ്മൾ കുറച്ചൊരു 5 അയൺ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്തായാലും സ്മെൽറ്റ് ചെയ്യാൻ വെക്കാനും ഫുഡുണ്ട്. നമുക്ക് ഒരയൺ മതിയായിരിക്കും. നോക്കട്ടെ, ബ്രീഡ് ചെയ്യിപ്പിച്ച് നമുക്ക് സെറ്റാക്കണ്ടേ. ഇവിടെ കുതിരക്കുള്ള ഒരു ആർമർ മതി. പക്ഷേ ഒരു അയൺ മതി. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേണ്ടി ഉണ്ടാക്കി. ഇനി അവന്മാരെ പോയി ബ്രീഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബ്രീഡ് ചെയ്യണമെങ്കിൽ ചെയ്തോ, നമുക്ക് നല്ല രീതിയിലുള്ളൊരു കിട്ടും. അയ്യേ, കഴുതക്ക് ബ്രീഡായില്ലാന്ന്. വത്താഹൽ. ഞാൻ എന്തായാലും നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇതിനെ ഇവന്മാരെ ബ്രീഡ് ചെയ്യിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിട്ട് കൊടുക്കണം. പക്ഷെ ഇട്ട് കൊടുക്കാൻ ഇവന്മാർ ഇവൻ നിന്നും തരുന്നില്ല. വേണ്ട, ഗായ്സ് എന്തായാലും നമുക്ക് അവന്മാർക്ക് വീറ്റ് കൊടുത്താലും അവന്മാർ ടൈം ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ വീറ്റ് ആയിട്ടില്ല. നമ്മളെന്തായാലും സ്കെൽട്ടൻ്റെ എല്ലാം എടുത്ത് നമ്മൾ വീറ്റ് അങ്ങ് വേഗം ഒന്ന് ആക്കാൻ വേണം. നമുക്ക് സ്കെൽട്ടൻ്റെ എല്ലാം വെച്ചൊരു ഇതുണ്ടാക്കാൻ പറ്റും. ബോൺ വീൽ എന്ന് പറഞ്ഞ സാധനം. ഞാൻ 2 വെച്ച് 6 കിട്ടി എനിക്ക്. അത് ഉണ്ടാക്കുകയാണ് ഞാൻ. എന്നിട്ട് ഉണ്ടാക്കി. എൻ്റെ കുതിര എന്താ അവിടെ തന്നെ അടുത്തേക്ക് വിടാ. ആയിട്ടുണ്ട് ഗായ്സ്. എന്തായാലും എടുത്തല്ലേ നമുക്കിത് ഫുള്ളിങ്ങനെ ആക്കി കൊടുക്കാം. ഇവന് വീറ്റ് ഇഷ്ടമാണെന്ന് പറയുന്നത് ഡോങ്കിക്ക്. എന്തായാലും നമ്മൾ വീറ്റ് കൊടുത്തോട്ടെ. വരുന്ന ഒരു ആർമറിട്ട സോംബി. എൻ്റെ ഡിസ്പ്ലേ ഭയങ്കര സ്റ്റക്കാകുന്നുണ്ട് ഗൈസ്. ലാഗ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്മോൾ മൊബൈലിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊന്ന് സഹായിക്കുവാണെങ്കിലോ. എൻ്റെ കളി ഇവിടെ കറണ്ട് വന്നും പോയും കളിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എന്താ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഇവിടെ വീറ്റ് നടുവാണ്. ഫുൾ കൊളായിരിക്കും ഗൈസ്. ഇവന് വീറ്റും പറ്റില്ല എന്ന് കഴുതയ്ക്ക് നിൽക്കുക. ഞാൻ സാഡിലെടുത്ത് ഇട്ട് നോക്കട്ടെ അവന് എടുക്കുന്നുണ്ടോ എന്ന്. എന്നിട്ടും പറ്റൂല എന്ന് പറയുന്നത്. അവന് വേറെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ എൻ്റെ കയ്യിലുള്ള ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേതില്ലേ കരിമ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നു. കരിമ്പ്, വീറ്റ്, ആപ്പിള്, പിന്നെ വേറെന്താ ഗോൾഡൻ ആപ്പിള്, ക്യാരറ്റ്, ഇതൊക്കെയാണ് ഇഷ്ടം. അതിൽ നോക്കട്ടെ. ഇവിടെ ഒന്നും ഒരു വെള്ളം കൂടി ഇല്ലല്ലോ ഗൈസ്. വെള്ളത്തിൻ്റെ സൈഡിലാണ് കരിമ്പ് ഉണ്ടാവുക. നമുക്കൊരു വെള്ളം തപ്പണം. നമ്മുടെ വെള്ളത്തിൻ്റെ സൈഡിലില്ല കരിമ്പ്. ഞാൻ കരിമ്പ് മുമ്പേ ഫസ്റ്റ് എപ്പിസോഡിൽ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഇവിടെ എവിടെയും വെള്ളം വെള്ളം കണ്ട് ഗൈസ്. ഇതിൻ്റെ അടുത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. ഒറ്റ ഒരു കരിമ്പ് മതി. അതാ ഗൈസ് നമ്മുടെ ഭാഗ്യം കരിമ്പ് നിൽക്കുന്നു. ഗൈസ് നമ്മുടെ എന്തൊരു ലെക്കാ നോക്ക്. നമുക്ക് ഈ വേൾഡ് ഫുള്ളി ലെക്ക. ശനിയാഴ്ച വരുന്ന വീഡിയോയിൽ ലെക്കിൻ്റെ അങ്ങേ അറ്റം. എനിക്ക് ഏത് സ്ഥലമാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയണം. നിങ്ങളൊന്നത് കണ്ടു നോക്ക്. എന്തായാലും ഞാൻ കരിമ്പെടുത്തിട്ട് ഇനി വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം.
നമ്മുടെ വീട് ദൂരത്ത് നിന്നാണ്. എന്ത് രസാ, നെതർ പോർട്ടിലും ഫാമും. എന്ത് രസം കാണാൻ. എന്തായാലും അവന് കൊടുക്കാനുള്ള ഷുഗർ ഇത് ഇനി ആക്കണം. ഷുഗർ ആക്കട്ടെ. പിന്നെ വേൾഡൊക്കെ ഭയങ്കരമായിട്ട് ലാഗാണ്. വേൾഡ് ലോഡാ. ഞങ്ങൾ തന്നെയുള്ള ഷുഗർ ആക്കിയിട്ടുണ്ട്. ടൈം ആവുമോ? എൻ്റെ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ വേണം ഇനി, അല്ലെങ്കിൽ പിന്നെ എൻചാൻറ്റ് ചെയ്യാൻ ഇവിടെ ഗോൾഡൻ ആപ്പിൾ തന്നെ കഷ്ടിക്കാൻ കിട്ടുന്നത്. അപ്പോഴാണ് എൻചാൻറ്റ് ബുക്ക് ഉണ്ടാക്കണം. ഷുഗർ തപ്പിപ്പോണം. ഷുഗർ 1-2 കിട്ടിയത് അതവൻ തിന്നുകയും ചെയ്ത്. നമുക്കെന്തായാലും വീറ്റ് കൊടുക്കാം. ചറവറ വീറ്റ് കൊടുക്കാം. നമ്മൾ എത്ര വീറ്റ് കൊടുത്തിട്ടും അവന് പറ്റൂലാന്ന്. ടൈമായി ഗൈസ്, ടൈമായി. ഞാൻ അവൻ്റെ മേളിൽ ഇരുന്ന് നടന്നപ്പോഴത്തേന് എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്. അവൻ ടൈമായി ഗൈസ്, ടൈമായി. ഇനി അവൻ സാഡിൽ എക്യുപ്പ് ചെയ്യും. പക്ഷേ നമുക്ക് സാഡിൽ അവൻ ഇട്ട് കൊടുക്കണ്ട. ടൈമാക്കിയാൽ മാത്രം മതി. ടൈമായിട്ട് ഇനി ഒരു ആപ്പിൾ കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ഫ്രണ്ടാവും. നോക്കട്ടെ, സാഡിൽ അപ്ലൈ ഓപ്പൺ. ഓക്കെ, നമുക്ക് സാഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയൊരു ഇവന് വീറ്റ് മതി. സോംബി ഇവന്മാരെയും കൊണ്ട് തോറ്റില്ല. എവിടെ അവൻ? ഇതാ ഇവിടെ. അതാ. ഓക്കെ, വീണ്ടും നമുക്ക് 2 വള്ളി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവന്മാരെ ടൈം ചെയ്യാം. ഇവൻ കയറിയിരിക്കാൻ ആരാണ്? റൈഡോ? ഇപ്പോൾ ഫുഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടൈം ചെയ്യാണ്. അവന് ഫുഡടാ. ഫുഡ് കൊടുത്തിട്ടുണ്ട്. അയ്യോ, എല്ലാം റൈഡേ കാണിക്കുന്നുള്ളൂ. അയ്യോ, ക്രീപ്പർ. പ്രത്യേകിച്ച് ചെയ്യാനുണ്ടായില്ല. ഇപ്പം നമുക്ക് ടൈം ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് റൈഡേ പറ്റുന്നുള്ളൂ. കുതിരയ്ക്ക് അല്ല, കുതിരേൻ്റെ ഇത് അയച്ചു മാറ്റാം നമുക്കെന്നാ. ഓപ്പൺ. തൽക്കാലം ഇത് അയച്ചു മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടി കുതിരയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഫുഡ്, റൈഡ്. എനിക്ക് വീണ്ടും ഫുഡ് വേണം. ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പിൾ തന്നെ വേണം ഗൈസ്. 2 ഗോൾഡൻ ആപ്പിൾ. എന്തായാലും ഈ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഒരു കുതിരേനും ഒരു കഴുതേനും ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇവന്മാരൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച്. എവിടെ എൻ്റെ കുതിരേൻ്റെ അല്ല കഴുതേൻ്റെ? 2 എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാ. 2 ഇട്ട് കൊടുക്കട്ടെ. കുതിരയിലും നമുക്ക് റൈഡ് പോവാം. കഴുതയിലും നമുക്ക് റൈഡ് പോവാം, കുതിരയിലും നമുക്ക് റൈഡ് പോവാം. ഇരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കും വീഡിയോ ഇടാനുള്ള ഇത് വന്നേനെ. അപ്പോൾ ഓക്കെ ഗൈസ്.